വർഷം 2013. സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറയാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. അതിനു മുമ്പ് തന്റെ അവസാന രഞ്ജി ട്രോഫി മത്സരം കളിക്കുന്നതിനു വേണ്ടി സച്ചിൻ ഹരിയാനയിലെ ലാലി എന്ന ചെറിയ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഇത്രയും വലിയൊരു അതിഥിയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നൊരു മികച്ച ഹോട്ടലുകൾ ആ പ്രദേശത്തില്ലായിരുന്നു. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ വസതിയിൽ സച്ചിനെ താമസിപ്പിച്ചാലോ എന്നുവരെ സംഘാടകർ ആലോചിച്ചു. അവസാനം സച്ചിൻ ഒരു സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിലാണ് തങ്ങിയത്. ഹരിയാനയും മുംബൈയും തമ്മിലുള്ള രഞ്ജി ട്രോഫി മത്സരം ആരംഭിച്ചപ്പോൾ ലാലിയിലെ ചൗധരി സ്റ്റേഡിയം നിറഞ്ഞു കഴിഞ്ഞു, സച്ചിനെ ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി. അങ്ങനെയുള്ള കാണികളിൽ ഒരാളായിരുന്നു സജീവ് വർമ്മ. 4ാം ഇന്നിംഗ്സിലെ സച്ചിന്റെ തകർപ്പൻ ബാറ്റിംഗിന്റെ മികവിൽ മുംബൈ മത്സരം ജയിച്ചു. തന്റെ ഹീറോയുടെ ബാറ്റിംഗ് നേരിട്ട് കണ്ടപ്പോൾ സഞ്ജീവ് വളരെയേറെ സന്തുഷ്ടനായി. സച്ചിന്റെ കളി കാണാൻ സഞ്ജീവ് തനിച്ചല്ലായിരുന്നു. കേവലം 9 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മകളെയും സഞ്ജീവ് സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയിരുന്നു. അന്ന് ആ ബാലിക തീരുമാനിച്ചു, ക്രിക്കറ്റാണ് എൻ്റെ വഴിയെന്ന്. സച്ചിനെ പോലെ ഞാനും സ്വപ്നങ്ങളെ പിന്തുടരാൻ പോവുകയാണ്. 12 വർഷങ്ങൾ കടന്നുപോയി. സച്ചിന്റെ സ്വന്തം മണ്ണായ മുംബൈയിലെ DY പാട്ടേൽ സ്റ്റേഡിയത്തിൽ വനിതാ ലോകകപ്പിന്റെ ഫൈനൽ അരങ്ങേറുകയായിരുന്നു. ആ പഴയ 9 വയസ്സുകാരുടെ ചിറകിലേറി ഇന്ത്യ ഇന്ന് കിരീടത്തിൽ മുത്തമിട്ടു. അവളുടെ പേരാണ് ഷെഫാലി വർമ്മ. പ്രതികാർ റവാലിന് പരിക്ക് പറ്റിയത് കൊണ്ട് മാത്രമാണ് ഷെഫാലി ടീമിലെത്തിയത്. ആദ്യം അവൾ ഒരു ഗംഭീര അർദ്ധ സെഞ്ചുറിയിലൂടെ ഇന്ത്യൻ സ്കോറിന് അടിത്തറയിട്ടു. പിന്നീട് 2 വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ദക്ഷിണാഫ്രിക്കൻ റൺ ചേസിന്റെ മുനയൊടിച്ചു. ബാറ്റിങ്ങിനിടെ ഒരു ഫ്രീ ഹിറ്റ് പാഴാക്കിയപ്പോൾ ദേശത്തോടലറിയ ഷെഫാലിയെ നാം കണ്ടതാണ്. പക്ഷേ അടുത്ത പണ്ട് അവൾ വേലിക്കെട്ടിലേക്ക് പറപ്പിച്ചു. അത്രയുമാണ് ഷെഫാലിയുടെ പോരാട്ട വീര്യം. ഏകദിന ക്രിക്കറ്റിൽ ഒരേയൊരു വിക്കറ്റിന്റെ സമ്പാദ്യമാണ് ഷെഫാലിക്കുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഇതുപോലൊരു ഹൈ പ്രൊഫൈൽ ഗെയിമിൽ 2 തലകൾ അരിഞ്ഞിട്ടു എന്നതാണ് അവിശ്വസനീയമായത്. നമുക്കും അത്ഭുതം തോന്നും, ഇത്രയും കട്ടിയുള്ള മനസ്സ് ഈ കൊച്ചു പെൺകുട്ടിക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന്. ഹരിയാനയിലെ തെരുവുകളിൽ അതിനുള്ള ഉത്തരമുണ്ട്. ഒരു പെൺകുട്ടിയായതിന്റെ പേരിൽ ഷെഫാലി ബാല്യത്തിൽ കടുത്ത വിവേചനം അനുഭവിച്ചിരുന്നു. പല ക്രിക്കറ്റ് അക്കാദമികളും അവൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. ക്രിക്കറ്റിന് വേണ്ടി ഷെഫാലി സ്വന്തം മുടി മുറിച്ചു. തന്നേക്കാൾ പ്രായമുള്ള ആൺകുട്ടികളോടൊപ്പം കളിച്ചു. ഷെഫാലി ഒരാൺകുട്ടിയാണെന്ന് ചിലർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ അവൾക്ക് ചില മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരങ്ങളും ലഭിച്ചു. ആ ബാല്യകാലം നൽകിയ ഊർജത്തിൽ നിന്നാണ് ഷെഫാലി ഉദിച്ചുയർന്നത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഒരു T20 മത്സരത്തിൽ 49 പന്തുകളിൽ നിന്ന് 73 റണ്ണുകൾ അടിച്ചുകൂട്ടുമ്പോൾ ഷെഫാലിക്ക് പ്രായം 15 വയസ്സ് മാത്രമായിരുന്നു. അന്താരാഷ്ട്ര അർദ്ധ സെഞ്ചുറി കരസ്ഥമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമെന്ന ബഹുമതിയും അവൾ അന്ന് സ്വന്തമാക്കി. പക്ഷേ പിന്നീട് ഷെഫാലിക്ക് തിരിച്ചടികളുടെ കാലമായിരുന്നു. ഏകദിന ക്രിക്കറ്റിൽ ഒരു 50 പോലും നേടാനാവാതെ ഷെഫാലി 3 വർഷങ്ങൾ തള്ളി നീക്കി. അതോടെ ഇന്ത്യൻ ടീമിന്റെ വാതിലുകൾ ഷെഫാലിക്ക് മുമ്പിൽ പൊട്ടിയടക്കപ്പെട്ടു. ഷെഫാലി നീലക്കുപ്പായത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ പിതാവായ സഞ്ജീവ് വർമ്മ ഹൃദയാഘാതം മൂലം ആശുപത്രിയിലായിരുന്നു. അച്ഛൻ ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷമാണ് ഷെഫാലി എല്ലാം തുറന്നു പറഞ്ഞത്. അതുവരെ അവൾ എല്ലാ വേദനകളും തനിച്ചു തന്നെ സഹിക്കുകയായിരുന്നു. ജീവിതം ഷെഫാലിക്കൊരവസരം കൂടി നൽകി. അവൾ അത് അസാധാരണമാം വിധം പ്രയോജനപ്പെടുത്തി. ഇപ്പോൾ സഞ്ജീവ് വർമ്മ അഭിമാനത്താൽ രോമാഞ്ച പുളകിതമാകുന്നുണ്ടാകും. 2023 പുരുഷ ലോകകപ്പിന്റെ ഫൈനൽ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. അന്ന് നിറക്കണ്ണുകളോടെ മൈതാനം വിട്ട ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയെ ആരും മറന്നിട്ടുണ്ടാകില്ല. DY പട്ടേൽ സ്റ്റേഡിയത്തിൽ രോഹിത് സന്നിഹിതനായിരുന്നു. വനിതകളുടെ വിജയം പൂർത്തിയാകുമ്പോൾ നിറഞ്ഞ മനസ്സോടെ ചിരിക്കുന്ന രോഹിതിനെ നാം കണ്ടു. കൂടെ ഒരിറ്റ് കണ്ണീരും എല്ലാം അതിലുണ്ടായിരുന്നു. ലാലിയിലെ ചൗധരി സ്റ്റേഡിയത്തിന്റെ മുമ്പിൽ നിന്ന് പെൺകുട്ടികൾ ഇനി ഉറക്കെ പറയും, ഇവിടെ നിന്നാണ് ഷെഫാലിയുടെ യാത്ര ആരംഭിച്ചത്. ഷെഫാലിക്ക് കഴിഞ്ഞത് ഞങ്ങളെ കൊണ്ടും സാധിക്കും. വലിയ സ്വപ്നങ്ങൾ കാണണം, അത് നമ്മുടെ അവകാശമാണ്. ലോകകപ്പിനുള്ള വുമൻസ് ടീം പ്രഖ്യാപിക്കുമ്പോൾ ഷെഫാലിയുടെ പേര് കാണാത്തതിൽ ഒരുപാട് നിരാശയുണ്ടായിരുന്നു. കണക്കുകളൊന്നും ഷെഫാലിക്ക് അനുകൂലമല്ലായിരുന്നു. പ്രതികാർ റവാലാകട്ടെ റൺ മെഷീനും. പക്ഷേ കണക്കുകൾ കൊണ്ട് ഒരിക്കലും അളക്കപ്പെടേണ്ട ഒരു പ്ലെയറല്ല ഷെഫാലി. വീരേന്ദർ സെവാഗിന്റെയോ ആദമിന്റെയോ ഏകദിന ശരാശരികൾ ഒരിക്കലും മികച്ചതായിരുന്നില്ല.
പക്ഷേ അവർ കൊണ്ടുവരുന്ന ഫിയർ ഫാക്ടറുണ്ട്, ഒരു എക്സ് ഫാക്ടറുണ്ട്. ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റിൽ ഷെഫാലിക്ക് മാത്രം കഴിയുന്ന ഒന്നാണത്. ഭൂരിഭാഗം ടീമുകളും ഇത്തരം എക്സ് ഫാക്ടറിനെ റൺ മെഷീനുകൾക്ക് മുകളിൽ പ്രതിഷ്ഠിക്കും. കാരണം അവരുടെ മാച്ച് വിന്നിംഗ് എബിലിറ്റി അൺമാച്ചബിൾ ആണ്. സ്മൃതി, പ്രതിക, ഹർലിൻ, ഹർമൻ ഉൾപ്പെടുന്ന ടോപ്പ് 4-ൽ സ്മൃതിയുടെ ബ്ലിസ്റ്ററിംഗ് ഇന്നിംഗ്സ് വന്നില്ലെങ്കിൽ 260 സ്കോറിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുന്ന ഇന്ത്യ ബാറ്റിങ്ങിനാണ് പലപ്പോഴും കാണുക. 300 എത്തണമെങ്കിൽ ഒരുപാട് ഫിൽട്ടറുകൾ വേണം. ഹർമൻ അവരുടെ അൾട്രാ സ്ലോ സ്റ്റാർട്ടിനെ കൺവേർട്ട് ചെയ്യണം. ജെമിയുടെ BC ബാറ്റിംഗ് ക്ലിക്ക് ആവണം. റിച്ചയുടെ ഒരു ക്വിക്ക് സ്കോമിയോ വരണം. അങ്ങനെ ഏറെക്കുറെ ഒരേ പാറ്റേണിൽ ബാറ്റ് ചെയ്യുന്ന ടോപ്പ് 5-ൽ എന്തുകൊണ്ടും ഷെഫാലിയുടെ സാന്നിധ്യം ആവശ്യമായിരുന്നു. ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഇന്ത്യ അത് തിരിച്ചറിഞ്ഞിട്ടുമുണ്ടായിരുന്നു. പ്രതികക്ക് വന്ന ഇഞ്ചുറി ഷെഫാലിക്ക് നേരെ 11-ലേക്ക് വഴിയൊരുക്കിയതും ആ തിരിച്ചറിവാണ്. ഒരു ക്ലബ്ബ് T20 ടൂർണമെന്റിനിടയിൽ നിന്നും നേരെ സെമിയിലേക്ക് പറന്നിറങ്ങിയ ഷെഫാലി തന്റെ സ്വാഗിനൊപ്പം കുറച്ച് ഉത്തരവാദിത്വവും കൂടെ മിക്സ് ചെയ്തപ്പോൾ പിറന്നത് ഫൈനലിലെ മികച്ച 2 കൗണ്ടർ അറ്റാക്കുകളിലൊന്നാണ്. തന്റെ പാർട്ട് ടൈം കൊണ്ട് 2 വിക്കറ്റുകൾ കൂടി വീഴ്ത്തി ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ചായാണ് ഷെഫാലി ഈ വിജയം ആഘോഷിക്കുന്നത്. ഷെഫാലിയുടെ പ്രതിഭയിലൂടെ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഇന്ത്യയെ കാത്തിരിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ നേടുന്ന സ്കോറുകളിൽ ആരും സംതൃപ്തിയായിരിക്കണമെന്നില്ല. പക്ഷേ ക്ലിക്ക് ചെയ്താൽ ഒരു മത്സരം ഒറ്റയ്ക്ക് വിജയിപ്പിക്കാൻ ഷെഫാലിയോളം പോന്നവരും ഉണ്ടാവില്ല.